ഇവിടെ റീസണിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. ഞാൻ അനഘ. ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നിലവിലെ CSEB എക്സാമിന്റെ ആ ഒരു സിലബസ് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അല്ലേ? പ്രോപ്പർ ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരിക്കും. നമുക്കൊന്ന് നോക്കാം. നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ടോട്ടല് നമുക്ക് 100 മാർക്കിനാണ് പരീക്ഷ വരുന്നത് അല്ലേ? 100 മാർക്കിനാണ് പരീക്ഷ വരുന്നു. അതിൽ ഒരു മാർക്കാക്കി മാറ്റി. പണ്ടായിരുന്നെങ്കിൽ അരമാർക്കായിരുന്നു. 160 ചോദ്യം 80 മാർക്ക്. സമയം കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് തോന്നുന്നു 100 മാർക്ക് തന്നെയാണ് നല്ലത് അല്ലേ? പഠിക്കാനും എളുപ്പം ഇതാണ്. കൃത്യമായിട്ടുള്ള സിലബസ് ഇപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്ക് ജസ്റ്റ് നോക്കാം അല്ലെ. ഇപ്പൊ ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 10 ചോദ്യം 10 മാർക്ക്, ഒരു ക്വസ്റ്റിന് 1 മാർക്ക്. പിന്നെ GK-ലേക്ക് വരികയാണെങ്കിൽ അവിടെ അത് തന്നെ 10 ക്വസ്റ്റ്യൻ 10 മാർക്ക്. ടെസ്റ്റ് ഓഫ് റീസണിംഗ് 10 മാർക്ക് 10 ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് പണ്ടത്തെ പോലെ തന്നെ. പണ്ടത് എത്രയാണ്? 20 ആയിരുന്നു. ഇപ്പോൾ അത് 10 ആക്കി. അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കിനി ഇതിലേക്ക് പോകാം അല്ലെ. കോർ ഏരിയാസിലേക്ക് പോകുന്നതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. മിസ് തന്നെ പറഞ്ഞു സഹകരണത്തെ കുറിച്ച്. മിസ് തന്നെ പറഞ്ഞു കോപ്പറേഷൻ നമ്മുടെ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. ഇപ്പൊ CSEB-ക്ക് ആയാലും PSC-ക്ക് ആയാലും ഏറ്റവും വേണ്ട ടോപ്പിക് ആണ്. അതിലെ ചോദ്യങ്ങൾ 15 ചോദ്യങ്ങളാണ്. അപ്പൊ മാർക്കും എത്ര തന്നെയാണ്? 15 മാർക്കിനുള്ള ഏരിയ ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ആക്ട് ആൻഡ് റൂൾസിലേക്ക് പോവാണെങ്കിൽ ആക്ട് ആൻഡ് റൂൾസിലേക്ക് പോവാം നമുക്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു 15 ക്വസ്റ്റ്യൻ 15 മാർക്ക് അത്യാവശ്യം സിലബസ് പഠിക്കാനുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? അത്യാവശ്യമുണ്ട്. കേരള കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഇന്ത്യൻ കോർപ്പറേഷൻ ആയിക്കോട്ടെ, ഫോറിൻ കോർപ്പറേഷൻ ആയിക്കോട്ടെ. ഫോറിനിലൊക്കെ കുറച്ചും കൂടി കുറവ് വന്നിട്ടുണ്ട് ഇല്ലേ? നമ്മള് മുന്നേ പഠിച്ചിരുന്നതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞു. പണ്ട് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഏകദേശം 13-14 ശ്രീലങ്ക വരെ പഠിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. അത്രയില്ല, 3-4 രാജ്യങ്ങളുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോർപ്പറേഷൻ ആണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മേഖലകളാണ് സിലബസിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലെ. നമുക്ക് ആക്ട് ആൻഡ് റൂൾസിലേക്ക് നോക്കാം. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഒന്നും ഒഴിവാക്കിയിട്ടില്ല. 110 സെക്ഷനും ഉണ്ട്, 201 റൂളും ഉണ്ട്, 16 ചാപ്റ്റർ സെക്ഷന്, 15 ചാപ്റ്റർ റൂളും. നമുക്ക് വലിയ പ്രശ്നമില്ല. കാര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ഫുള്ള് പഠിക്കുകയാണെങ്കിൽ ഈ 15 മാർക്കും നമ്മുടെ കയ്യിൽ നിൽക്കും. വേറെ ഒന്നും പോവാനില്ല. പിന്നെ മിസ്സേ, ഇതെന്ത് തോന്നുന്നു? നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ട് ഈ 2 സംഭവങ്ങൾ കയറി വരുന്നില്ലേ എന്നൊരു ചോദ്യം കുട്ടികൾ എപ്പോഴും ചോദിക്കും. പിള്ളേർക്ക് ഏറ്റവും അധികം ടഫ് ആയിട്ടുള്ള ഏരിയയും ഇത് തന്നെയാണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 20 മാർക്കും 2-നും വരുന്നുണ്ട്. എനിക്കൊന്ന് പഠിക്കാനും അത്യാവശ്യം കൂടുതൽ. ബാങ്കിങ് ഒക്കെ ആണെങ്കിൽ BR ആക്ട് ഒഴിവാക്കിയെന്നുള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് NI ആക്ട് ഒക്കെ ആണെങ്കിൽ വിശദമായിട്ട് പഠിക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ ബികോം കോർപ്പറേഷൻ അല്ലാത്ത ആളുകൾക്ക് കുറച്ചുകൂടി അടിയായിട്ടാണ് അക്കൗണ്ടിംഗ് ഒക്കെ. തോന്നുന്നു ഈ ഒരു മേഖലയായിരിക്കും എല്ലാവരും ഒരു പ്രോപ്പർ റാങ്ക് മേക്കിങ് ചില കുട്ടികൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ഈ ചിലപ്പോൾ സ്ട്രേറ്റ് നമ്മുടെ ബികോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ബികോം പഠിക്കാത്തവർക്ക്, ബികോം കോർപ്പറേഷൻ അല്ല ബികോം പഠിക്കാത്തവർക്ക് ഇത് ശരി ഒരു പണി തരാൻ ഒരു ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ചില കുട്ടികളൊക്കെ ഓർക്കുന്നത് കഴിഞ്ഞ പരീക്ഷ വളരെ സിമ്പിൾ ആയിരുന്നു. അതിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷ നോക്കിയാൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ക്ലർക്ക് വന്നപ്പം വളരെ ബേസ്. അത് ചിലപ്പോ വേക്കൻസീസ് കുറവായതുകൊണ്ടായിരിക്കാം അങ്ങനെ. അടുത്ത പരീക്ഷയ്ക്ക് 3 പരീക്ഷകൾ വരുന്നു. പരീക്ഷ അത്യാവശ്യം ടഫ് ആയിരിക്കും. നിങ്ങൾ പഠിക്കുമ്പോൾ കഴിഞ്ഞ പരീക്ഷ അത് സിമ്പിൾ ആയിരുന്നു, ഒന്ന് വായിച്ചിട്ട് പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ള രീതിയിൽ ഈ പരീക്ഷയ്ക്ക് പോകരുത്. വന്നാൽ രക്ഷപ്പെട്ടു. പക്ഷേ നമ്മള് പ്രോപ്പർ ആയിട്ട് സിലബസ് പഠിക്കുക. സ്ഥിതിക്ക് എല്ലാം ടഫും എല്ലാം എളുപ്പം നമുക്ക് എന്തായാലും പറയാനായിട്ട് പറ്റില്ല. അപ്പൊ എന്തായാലും അതിന് പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു എന്താ പറയാ, ഒരു ഗോൾഡൻ ചാൻസ് കൂടാണ്. 3 പരീക്ഷകൾ വരികയാണ്. എക്സാം പോയാൽ തന്നെ അടുത്ത 2 ഏതിലെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാനായിട്ട് പറ്റും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പം നിങ്ങളും അതായിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കാരണം 3 എക്സാം ഉണ്ട്. ഒന്ന് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ച് ലാഗ് അടിച്ചേക്കരുത്. അത് വേണ്ട. അല്ല, എനിക്ക് എന്താണ് ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ വേണ്ട. അത് എന്താ പറയാ, സൂപ്പർ മാത്രം മതി, സ്പെഷ്യൽ മതി എന്നുള്ള ഒരു സാധനം വേണ്ട. നമുക്ക് 3 എക്സാമിന് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസോട് കൂടി നമ്മൾ ഒരുമിച്ച് പഠിക്കുകയാണ്. ഓക്കെ, സിലബസിലേക്ക് പോവാം. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ സിലബസ്. ഫസ്റ്റ് ജനറൽ ഇംഗ്ലീഷ് ആണ് വരുന്നത്. 10 മാർക്ക്. കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടൈപ്സ് ഓഫ് സെന്റൻസ് ആൻഡ് ഇന്റർചേഞ്ച് ഓഫ് സെന്റൻസ് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മളിവിടെ പ്രോപ്പർ ആയിട്ട് അതിനുള്ള ക്ലാസ്സസ്, നോട്ട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കോൺകോഡ് ആയിക്കോട്ടെ അല്ലെ. കോൺകോഡ് ഇതൊക്കെ നമ്മൾ കുറെ പഠിച്ചതാണ് അല്ലേ. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. സബ്ജക്ട് അങ്ങനെയാണെങ്കിൽ വെർബ് ഇങ്ങനെയാണ്, വെർബ് ഇങ്ങനെയാണ്, സബ്ജക്ട് അങ്ങനെ ആയിരിക്കണം അല്ലെ. പഠിച്ചതൊക്കെ ഓർക്കുന്നു. ആർട്ടിക്കിൾസ്, യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മൊഡൽ ഓക്സിലറീസ്, ക്വസ്റ്റ്യൻ ടാഗ്സ് വരുന്നുണ്ട്.
അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നിങ്ങളൊന്ന് അതെ, പഠിക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ഈ ടോപ്പിക് വെച്ച് മാത്രം പോയാൽ തന്നെ നമുക്ക് ഈ 10 മാർക്കും 10 ഒരു 9 അല്ലെങ്കിൽ 8 തൊട്ട് 9 മാർക്ക് വരെ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു. മുൻപ് നമുക്ക് ഈ 3 സബ്ജക്ട്സ് ആയിരുന്നു റാങ്ക് മേക്കിംഗ് ആയിട്ട് വന്നിരുന്നത്. ഇവിടെ ഒരു 25 മാർക്ക് 30-25 മേടിക്കുന്നവൻ രാജാവ്. അതെ, ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ ഈക്വലി എല്ലാവരും പോയിരുന്നപ്പോ ഈ 3 ആയിരുന്നു റാങ്ക് മേക്കിംഗ് ആയിട്ട് ഇനിയിപ്പോ അങ്ങനെ വരുന്നില്ല, എല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് ആയി. ഇനി വൊക്കാബുലറി സെക്ഷൻ ആസ് യൂഷ്വൽ നമുക്ക് അറിയാവുന്ന സാധനമാണ്. സിനോണിംസും ആന്റോണിംസും ഫ്രീസൽ വെർബ്സും ഒക്കെ ആയിട്ട് അതേ പാറ്റേണിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചാൽ കിട്ടാവുന്ന ഒരു ഏരിയ ആണ്. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇതിപ്പോ നിങ്ങൾ നോക്കി പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല, വലിയ പ്രശ്നമില്ല. പിന്നെ സ്പെല്ലിംഗ് ടെസ്റ്റ് ഒക്കെയാണ് കുറച്ചും കൂടി നമ്മളൊന്ന് മനസ്സിരുത്തി ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് വരുന്നത്. അപ്പൊ ഇംഗ്ലീഷിലത്തെ സെക്ഷനിൽ ഞങ്ങൾ അത് പോകുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്ത നമുക്ക് GK സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. UN പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ആദ്യം പഠിക്കും സർവ്വരാജ്യ സഖ്യം, ലീഗ് ഓഫ് നേഷൻസ്. അതെല്ലാം പഠിച്ച് ഇങ്ങനെ ക്രമത്തിൽ ഒരു കഥ പോലെ പഠിച്ചു വരാൻ പറ്റിയ ഒരു ഏരിയസ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ നിലവിൽ നമ്മൾ അന്ന് തൊട്ട് പഠിച്ച കാര്യങ്ങൾ ഇന്നത്തേക്കും നിലവിൽ നമ്മുടെ എക്സാം എന്നാണോ നടക്കുന്നത് അതിന്റെ തലേദിവസം വരെയുള്ള കാര്യങ്ങൾ ഏകദേശം അത്രയൊക്കെ പഠിക്കേണ്ടി ബുദ്ധിമുട്ടില്ല. കാരണം എന്താണ് ഇത് കാര്യങ്ങൾ ഇപ്പം തിരുവിതാംകൂറിന്റെ ചരിത്രം ആയിക്കോട്ടെ, സോഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ബേസേ വരുള്ളൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഡിഗ്രി ലെവലിലോ അല്ലെങ്കിൽ ഒരു LDC ലെവൽ പോലും വേണ്ട, ഒരു LGS ലെവൽ പഠനം മാത്രം കേട്ടോ. അതായത് LGS ലെവൽ സാധാരണ ബേസിക് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14, 17, 24, 44, 32 തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ പഠിച്ചിട്ട് പോവുക. പിന്നെ ഇതാണെങ്കിൽ UN ആണെങ്കിൽ പോലും അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, വളരെ സിമ്പിൾ കാര്യമായി ഭാഷകളെ കുറിച്ചൊക്കെ ചോദിച്ചാൽ ഫ്രസ്ക എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും പിള്ളേർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അതൊക്കെ നോക്കിയിട്ട് ബേസ് മാത്രം മതി. ഞാൻ പറഞ്ഞു LDC ലെവൽ പോലും വേണ്ട, ജസ്റ്റ് LGS പദ്ധതികളൊക്കെയാണ് വളരെ സിമ്പിൾ. നമ്മൾ എപ്പോഴും പഠിക്കുന്നത് 51 സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ കിടക്കുക അല്ലെ, ഒരു കഥ പോലെ അങ്ങ് പഠിച്ചു പോവാം. സ്റ്റേറ്റിന്റെ റീഓർഗനൈസേഷൻ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഇന്ത്യയുടെയും കേരളയുടെയും കോമൺ ആയിട്ട് ഇപ്പൊ റീസെന്റ് നടന്ന കാര്യങ്ങളായിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ നോട്ടീസ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഒക്കെ ഒന്ന് നോക്കി പോയി കഴിഞ്ഞാൽ ഈ ഏരിയയില് 7 to 8 അത് മതി. 7 മാർക്ക് മേടിക്കണം, അത് കൂടി കിട്ടിയ ബോണസാ. 7 മാർക്ക് മിനിമം നിങ്ങൾ ബോണസിന്റെ കാര്യം ഓണക്കാലമല്ലേ. ആ സഹകരണ ബാങ്കിൽ കയറി കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഉള്ള ബാങ്കിലാണ് 16,800 രൂപ ഓണത്തിന്റെ ബോണസ്. ഗവൺമെന്റ് സർവീസ് 3,000 രൂപ 4,000 രൂപ ഉള്ളൂ. ഇവിടെ കയറിയ 16,800 രൂപയാണ്. ഇപ്പൊ തന്നെ പഠിച്ചു കയറി അടുത്ത പരീക്ഷയ്ക്ക്. വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യണമെങ്കിലും 40% നമ്മൾ നല്ല ഓഫറിലാണ്. 40% വരെ നിങ്ങൾക്ക് എന്താണ് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു 16,500 ബോണസിന്റെ കാര്യം പറഞ്ഞപ്പോ കേട്ടോ. ഇപ്പൊ ഓണമാണ്, ഇപ്പൊ സഹകരണ ബാങ്കിലെ ജീവനക്കാർക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇവർക്ക് കിട്ടും. പിന്നെ ഓക്കെ, അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കിയൊക്കെ പോവാം. ഒരുപാട് എന്താ പറയാ ആനുകൂല്യങ്ങളൊക്കെ വീണ്ടും കൂട്ടി. ഒരു കണ്ണാടി മേടിച്ചാൽ പോലും കിട്ടും അവിടെ അലവൻസ്. ആലോചിക്കുക, ജസ്റ്റ് ഒരു കണ്ണാടി മേടിച്ചാൽ അവിടെ അലവൻസ് ഉണ്ട്. ക്യാഷ് കൗണ്ടറിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 1000 രൂപ കിട്ടും. നമ്മൾ നോക്കുന്നില്ല, ക്യാഷിൽ ഒരാളിരിക്കത്തില്ലേ, അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്യാഷിലെ കാര്യം നോക്കിയാൽ മതി, അവന് എക്സ്ട്രാ മാസം 1000 രൂപ കിട്ടും. പിന്നെ പുതിയ സാലറി സ്കെയിൽ പ്രകാരം സൂപ്പർ ഗ്രേഡ് ബാങ്കിലേക്ക് കയറി കഴിഞ്ഞാൽ 37 ആണ്, 37,000 രൂപ അടുത്ത വരെ ശമ്പളം കിട്ടുന്ന ബാങ്കുകളുണ്ട്. പിന്നെ ഇഷ്ടം പോലെ അവസരങ്ങളാണ്. പിന്നെ സാലറി മാത്രമല്ല, ഞാൻ പറഞ്ഞു മാർച്ച് മാസത്തില് ഞങ്ങളൊക്കെ സഹകരണ മേഖല വർക്ക് ചെയ്യുന്നത്. മാർച്ച് ആകുമ്പോൾ നമുക്ക് അച്ഛന് വർക്കൊക്കെ ഉണ്ട്, കാരണം ഈ ക്ലോസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാർച്ച് മാസത്തിൽ ഡബിൾ സാലറി. ഇപ്പൊ ഒരു സെക്രട്ടറി ശമ്പളം 1 ലക്ഷം രൂപ എന്ന് വിചാരിക്കും. ഇപ്പൊ സാധാരണ ഒരു ബാങ്കിന്റെ സെക്രട്ടറി ശമ്പളം മിനിമം 80 തൊട്ട് 1 ലക്ഷം രൂപ, 80 to 80 രൂപ കണക്കാണ്. അവർക്ക് മാർച്ചിൽ കിട്ടുന്ന ശമ്പളം 1 ലക്ഷം മേടിക്കുന്ന ആൾക്ക് 2 ലക്ഷം രൂപ, 80 മേടിക്കുന്ന ആൾക്ക് 1,60. നമുക്ക് മാർച്ചിലൊക്കെ എന്താ പറയാ, അതിന് വർക്കൊക്കെ ചെയ്ത് ഇപ്പോൾ ഒരു ട്രിപ്പ് ഒക്കെ പോകാൻ എല്ലാം ചെയ്യുന്നുണ്ട്. ഓണത്തിന് തന്നെ ഇത്രയും രൂപ നിങ്ങൾക്ക് ബോണസ് കിട്ടും. പിന്നെ നമുക്ക് കയറിയ പ്രൊമോഷൻ അല്ലേ. ഇപ്പൊ ഒരാൾ ജൂനിയർ ക്ലർക്കായിട്ട് അങ്ങോട്ട് കയറി, ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷം വേണ്ടേ, 2 വർഷത്തിനകമായിട്ട് സീനിയർ ക്ലർക്ക്, പിന്നെ അവിടെ അക്കൗണ്ടന്റ്, പിന്നെ അങ്ങ് പോവാ കരിയർ ഇങ്ങനെ. അതെ, കേരള ബാങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു ഇപ്പൊ തന്നെ 207 പേർക്ക് സൊസൈറ്റി കാറ്റഗറിയിൽ നിന്ന് അഡ്വൈസ് വന്നു. അപ്പൊ 207 പേര് എന്ത് ചെയ്യും, സൊസൈറ്റിയിൽ നിന്ന് പോകും. അത് കഴിഞ്ഞാൽ ഉടനെ ഏകദേശം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഇപ്പൊ 1000, 1500 എന്നാണ് ഒരുപാട് തള്ളുകൾ കേൾക്കുന്നത്. അത്രയും വരുന്നത് മാക്സിമം ഒരു 850 പേരൊക്കെ പോകുള്ളൂ. 850 പോയി കഴിഞ്ഞാൽ തന്നെ 400 വേക്കൻസീസ്
എന്താ പറയാ വീണ്ടും നമ്മുടെ നിലവിൽ വർക്ക് ചെയ്യുന്നതിൽ പോവാ. നിലവിൽ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സൊസൈറ്റി കാറ്റഗറി എഴുതിയ ആൾക്കാർ പോകും. അപ്പൊ 400 വേക്കൻസി ഇവിടെ വന്നു. ഓക്കെ, പിന്നെ ബാങ്കിൽ ഇപ്പോൾ കയറിയ പിള്ളേരും ഇതൊക്കെ എഴുതി പോകുന്നുണ്ട്. പിന്നെ ഇൻസ്പെക്ടർ ഇതൊക്കെ ഇഷ്ടംപോലെ വേറെ ആൾക്കാർ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും അടുത്ത ഒരു ഉടനെ തന്നെ നല്ലൊരു നോട്ടിഫിക്കേഷൻ, ഒരു മെഗാ നോട്ടിഫിക്കേഷൻ ആയിരിക്കണം അല്ലേ? നിങ്ങളത് മനസ്സിലാക്കി പഠിക്കുക. അവസരങ്ങൾ ഇവിടെ തീരുന്നില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇനി നമ്മുടെ എന്താണ് സിലബസിലേക്ക് പോകാം അല്ലെ? നമ്മളെ ടെസ്റ്റ് ഓഫ് റീസണിംഗ് മാത്സിന്റെ കാര്യങ്ങളൊക്കെയാണ്. സിമ്പിൾ ആണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നത് ഇവിടെ റീസണിംഗ് ആണ് വരുന്നത്. അതായത് നമുക്ക് ദിവസവും ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. സ്പീഡ് ആണ് ഇമ്പോർട്ടന്റ് അല്ലേ? നോക്കിയേ, ഇപ്പം പെർസെന്റേജ് ആയിക്കോട്ടെ, ലാഭവും നഷ്ടവും ആയിക്കോട്ടെ, സിമ്പിളോ ഞാൻ പറയാണ്, കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല. ഇത് ബേസ് ആണ്, അറിയാം. ഫാമിലി റിലേഷൻ ഒക്കെ നമ്മൾ അത് ഓർത്താൽ മതി. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ഒക്കെ നമ്മുടെ ചെറിയ പിള്ളേര് വരെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് പോകാം അല്ലേ? ആ ഒരു ടൈം ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ 10ൽ 10, 9 to 10 9 മാർക്ക് ഇവിടെ മേടിച്ചു കേട്ടോ. അത് ഉറപ്പായിട്ടും നമുക്ക് കിട്ടണം കേട്ടോ. 9 എങ്കിലും ഞാൻ പറയാം. അതായത് 9ൽ താഴെ പോകാൻ പറ്റില്ല. അത് നിങ്ങൾ പഠിച്ചോളാം. കാരണം ഇവിടെ 9, ഇംഗ്ലീഷിന് 8, ഒരു 7. ഓക്കെ, ഇത്രയെങ്കിലും നമുക്ക് കിട്ടണം. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ടാർഗറ്റ്സ് ആണ് അത്. അതെ അതെ. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒറ്റ ലിസ്റ്റിൽ വന്നിട്ട് കിട്ടിയില്ലെന്ന് പറയാൻ പാടില്ല. നമ്മൾ എപ്പോഴും ഒരു കട്ട് ഓഫിനെക്കാട്ടിലും ഒരു 2 അല്ലെങ്കിൽ 3 മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇന്റർവ്യൂവിന് പോയി പ്രോപ്പറായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ തന്നെ ജോലി ഏകദേശമായി. കാരണം അതുപോലെ വേക്കൻസീസുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഭാവിയിലാണ് ഇഷ്ടം പോലെ വരുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാന്നുള്ള കാര്യം. ഇനി വരുന്ന ആൾക്കാരിൽ ഒരുവിധം JCA-ലോ കേരള ബാങ്കിലോ ഉള്ള ആൾക്കാരായിരിക്കും. ഓട്ടോമാറ്റിക്കലി അവിടെ വേക്കൻസി ഇഷ്ടം പോലെയാണ്. CSEB അപ്പൊ ആൾക്കാർ എപ്പോഴും ചോദിക്കും, നമ്മളോട് ചോദിക്കുന്നു, സാറേ CSEB അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലിക്ക് കയറുന്നു, കേരള ബാങ്കിൽ ചില അത് വളരെ വ്യക്തിപരമായ കാര്യമാണ്. അപ്പം അതെന്നാ ഇത് കൊള്ളത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എടാ, ഈ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ല സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ ഉണ്ടെങ്കിലേ കേരള ബാങ്കും JCA ഉള്ളൂ. ബാങ്ക് ഉണ്ടെങ്കിലേ സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. സഹകരണ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ JCA ഉള്ളൂ. ഇനിയിപ്പോ അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ കാര്യത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ഈ പ്രൈമറി ബാങ്കുകളാണ് കേരള ബാങ്കിന്റെ കസ്റ്റമേഴ്സിന് പഠിച്ചിട്ടില്ലേ കൊണ്ട് നമ്മൾ പ്രൈമറി ബാങ്കിനോട് പൈസ ഇടുന്നതാണ് കൂടുതൽ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ എന്താണ് ഫ്ലൂയിഡ് റിസോഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഫ്ലൂയിഡിന്റെ കാര്യം തരളം എന്നൊക്കെ പറയാൻ ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പഠിപ്പിക്കുമ്പോൾ എന്താണ് നമ്മുടെ ബാങ്കിലെ ഫണ്ട് കൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കേരള ബാങ്കിലാണ്, ഫിനാൻസിംഗ് ബാങ്ക്. അപ്പൊ അവിടെ എന്താണ് ഈ സർവീസ് സഹകരണ ബാങ്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ കേരള ബാങ്ക് ആയിക്കോട്ടെ ഇതെല്ലാം വരുന്നത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഏറ്റവും സൂപ്പർ ജോലി, കാരണം പെട്ടെന്ന് പ്രൊമോഷന് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്കിനി എന്ത് നമ്മുടെ കോർ സബ്ജക്റ്റുകളിലേക്ക് ഞങ്ങൾ പോവുകയാണ്. കോർപ്പറേഷന് 15 മാർക്കാണ് കേട്ടോ. 15 മാർക്ക് തുടക്കം ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ തുടങ്ങണം. അതാണ് നമ്മുടെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, IC, വാല്യൂസ് ആൻഡ് എത്തിക്സ് ഒക്കെ വരുമ്പോ നമുക്ക് പ്രിൻസിപ്പിൾസ് ഒക്കെ നമുക്ക് കാണാപ്പാടമായിട്ട് ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാലും പറഞ്ഞ റോക്ക്ഡൈൽസ് 1860 അവരുടെ ജനറൽ ബോഡിയിലാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ്. കോപ്പറേറ്റീവ് ഫ്ലാഗ് ചോദിക്കുകയാണെങ്കിൽ അതുപോലെ നമ്മൾ ആ പഴയ കോഡുകൾ ഞാനിപ്പോ FHJ, പഠിച്ച കാല കോഡുകളൊക്കെ ഇപ്പോഴും മാറി വന്നിട്ടുണ്ട്. അപ്പൊ നോക്കാം, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് 4 സ്റ്റേജ് പഠിച്ചിട്ട് പോകണം. ഒരു സംശയം വേണ്ട. ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയില് ഇതിൽ നിന്ന് ചോദ്യം വന്നു. ആരാണ് അപ്പോയിന്റ് ചെയ്തത്, IC ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഓർത്ത് ഏത് വർഷമാണ്, ഏത് കോൺഗ്രസ് ആണ് അപ്പോയിന്റ് ചെയ്തത് അല്ലെ, അതൊക്കെ പഠിച്ചിരിക്കണം. പ്രിൻസിപ്പിൾസ് ഉണ്ട്, നമ്മുടെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ ആയിട്ട് നമ്മൾ നമ്മളൊക്കെ പഠിച്ചിരിക്കുന്നത് VDMA, ECC ഒക്കെ ഓർക്കുന്നുണ്ട്. അത് വളരെ രസകരമായിട്ടുള്ള കോഡുകൾ കൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മളിവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞങ്ങളൊക്കെ പഠിച്ച കാര്യങ്ങള് ഇപ്പോഴും പഠിച്ചത് അന്ന് ഷോർട്ടപ്പ് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വലിയ സീനില്ല. ഡെഫിനിഷൻ ഓഫ് ICA അവർ നൽകിയിട്ടുള്ള വാല്യൂസ് ആൻഡ് എത്തിക്സ് അല്ലെ 10 വരുന്നുണ്ട്. പിന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത്, എവല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഇത് ഹിസ്റ്ററിയാണ് കേട്ടോ. 4 സ്റ്റേജസ് കൂടെ പോകുന്ന ഹിസ്റ്ററിയാണ്. പിന്നെ പറഞ്ഞിട്ട് ഒരു സഹകരണ സ്ഥാപനവും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും തമ്മിലുള്ള ബന്ധം. ഈ ടോപ്പിക് നമുക്ക് PSC-ക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അവർ ഇങ്ങോട്ടും കൂടി ഞാൻ ഓർക്കുന്നു നമ്മളെ പണ്ടത്തെ കാലത്ത് ഇപ്പോഴല്ല, കഴിഞ്ഞ JCA-ക്കൊക്കെ ഇതൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പണ്ടത്തെ ആദ്യം വന്ന് JCA പഠിച്ച ഇത് വലിയ സിമ്പിൾ ആണ് കേട്ടോ. ഇത് നമ്മളൊരു കഥ പോലെ പറഞ്ഞു പോകാം, ഒരു കഥ പോലെ പറഞ്ഞു പോകാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. പിന്നെ ഇത് അതെ, ഇവിടെ സ്റ്റേറ്റ്
എന്താ പറയാ സ്റ്റേറ്റിന്റെ കയ്യിലേക്ക് എല്ലാ കാര്യങ്ങളും വരുന്നു, കമ്മ്യൂണിസം വരുന്നു, പഠിക്കണം കേട്ടോ. എളുപ്പമാണത്. നമുക്ക് ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ മിസ് ഈ ഒരു ഏരിയ പറഞ്ഞു, എനിക്ക് തോന്നുന്നു പിള്ളേർ ഭാഗ്യവാന്മാരാണ്. ഞാൻ 13 കൺട്രീസ് അവസാനം ശ്രീലങ്കയും കൂടെ പഠിച്ചിട്ടാണ് അന്നത്തെ കാലത്ത് പരീക്ഷയ്ക്ക് പോയത്. നമുക്കൊരു പേടി സ്വപ്നമായിരുന്നു, കാരണം നമുക്ക് വായിക്കൊള്ളാത്ത പേരുകളാണല്ലോ. അതെ, ടൊയോഹിക്കോ കഗാവ, ഞാനിപ്പോ ടൊയോഹിക്കോ കഗാവ ഇതൊക്കെ പറയാനൊക്കെ നമ്മള് ഇതന്നെയാണോ പറയാ, ഒരാളുടെ മുന്നിൽ വെച്ച് പറയാനുണ്ടല്ലേ. എൽഡി, ടൊയോഹിക്കോ കഗാവ, അതുപോലെ തന്നെ ഡോക്ടർ അതൊക്കെ ഒഴിവാക്കി. ഇപ്പൊ ആകെ കൂടിയുള്ളത് ഇംഗ്ലണ്ടും ജർമ്മനിയും ഡെൻമാർക്കും. ഡെൻമാർക്ക് പിന്നെ നമുക്ക് പഠിച്ചാൽ കിട്ടാവുന്ന ഒരു ഏരിയ, ഡയറി ഫാം ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം. ഇംഗ്ലണ്ട് ആണെങ്കിൽ പോലും വലിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്, ക്രാഡിലാണ്. ഞാൻ ഓർക്കും നമ്മളൊക്കെ ആ പണ്ട് കാലങ്ങളിൽ പഠിച്ചത് ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തെളിഞ്ഞു വരും. അതെ, നമ്മള് അത്യാവശ്യം നല്ല സ്ട്രെസ് കൊടുത്ത് പഠിച്ചിരുന്ന സാധനങ്ങളായിരുന്നു. അപ്പൊ ഇത് വലിയ പ്രശ്നമില്ല. ഫ്രണ്ട്ലി സൊസൈറ്റീസ് എന്താണ്, ആക്ട് എന്താണ്, ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ ലോകത്തിലെ ആദ്യത്തെ സഹകരണ നിയമം എന്താണ്, നിയമം എന്തിനു വന്നതാണ്, റോബോട്ടിക്സിന് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഞാൻ പണ്ട് പഠിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നു. നമ്മള് കോർപ്പറേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ റോബോട്ടിനെ കുറിച്ച് പഠിക്കാണ്ട് എന്ത് ചെയ്യാനാണ്? അതെ അതെ, പിതാവിനെ കുറിച്ച് പഠിക്കാതെ നമ്മൾ എന്ത് കാര്യം പഠിച്ചിട്ട് കാര്യമില്ല. അപ്പം റോബോട്ടോനെ കുറിച്ച് പഠിക്കണം അല്ലെ. അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസ് ഞാൻ ഓർക്കുന്നുണ്ട്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ചൈൽഡ് ലേബർ അതെല്ലാം മാറ്റിയെടുക്കണം. പിന്നെ എന്താണ് മിഡിൽമാനെ ഒഴിവാക്കണം. നല്ല ഐഡിയോളജി ഉള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്ദേഹത്തെ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് ഒന്നും പ്രവർത്തിയെ കൊണ്ടുവരാൻ പറ്റിയില്ല. കൊണ്ടുവന്ന ഐഡിയസ് ഒക്കെ അടിപൊളിയായിരുന്നു. എല്ലാം എന്ത് ചെയ്തു, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. പക്ഷെ പുള്ളിനെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ആ ഒരു ഐഡിയാസ് ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്തോണ്ട് പോകുന്നുണ്ട്. നമുക്ക് ഇത് ഇനി ജർമ്മനി അല്ലെ, ജർമ്മനിയും ഒറ്റ വാക്കേ ഉള്ളത് ഈ സാധനം ഇത് പഠിക്കുക. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ജർമ്മനി. അതാണ് നമ്മളെ പണ്ട് നമ്മുടെ അധ്യാപകര് പഠിപ്പിച്ച ക്രെഡിറ്റ് എവിടെ കണ്ടാലും അത് ജർമ്മനി. ക്രെഡിറ്റിന്റെ കാര്യം ഓർക്കുന്നു. അവിടെയാണ് റേസിസനും ഷൂൾസും ഒക്കെ വരുന്നത്. ഇതേപോലെ തന്നെ റോബോട്ടോന്റെ അതേ ഇമ്പോർട്ടൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇന്ത്യൻ സഹകരണവുമായിട്ട് ഈ ഏറ്റവും അധികം ഫെഡറിക് നിക്കോൾസൺ പോയി പഠിച്ചത് റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ പേര് എന്താണ്, റൈഫേസിനെ കണ്ടെത്തു. ഫൈൻഡ് റൈഫേസ് എന്നൊക്കെ പറഞ്ഞ കാരണം ആ ഒരു ചരിത്രം പഠിക്കുമ്പോൾ തന്നെ നമ്മള് ഓർക്ക് എന്തേരം കഷ്ടപ്പെട്ടാണ് ആദ്യത്തെ 1904 ആക്ട് വരുന്നത്. ആൾക്കാർ ഇപ്പോഴും കുറ്റം പറയാം, അതിനകത്ത് കൂടുതലും തെറ്റുകളേ ഉള്ളൂ അല്ലെ, കാരണം ഒന്നും പറ്റുന്നില്ല. പക്ഷെ ആദ്യത്തെ നിയമം അല്ലേ, ആദ്യം നടത്തുന്നല്ല, വർഷങ്ങളോളം കാത്തിരുന്നു കൊണ്ടിരുന്നു. പിന്നെ നമുക്ക് പഠിക്കുകയാണ് 1919 എന്താ നമ്മുടെ സ്റ്റേറ്റ് സബ്ജക്ട്, പ്രൊവിൻഷ്യൽ സബ്ജക്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് സുഖമായിട്ട് ജോലി ചെയ്യുന്നത്. കാരണം സംസ്ഥാനമാണ് നമ്മുടെ സഹകരണത്തെ കുറിച്ച് തീരുമാനിക്കാനുള്ള എല്ലാ അവകാശങ്ങളും കിട്ടിയത്. നമ്മുടെ KCS ആക്ട് വരാൻ കാരണമായതും ഒക്കെ അവിടെ നിന്നാണ്. ഇനി അടുത്തത് ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് നമ്മുടെ ഡയറി ഫാം, അതാണ് ഒന്നും പറയാല്ലോ വേറെ ഇതില്. അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്, പാലും വെണ്ണയൊക്കെ തിരിക്കുന്നതും ഡെൻമാർക്കിന്റെ. ഇനി കമ്മിറ്റി, ഇതും ഭാഗ്യവാന്മാരായിട്ട് ഞാൻ 42 എണ്ണം പഠിച്ചു. മീനാകുമാരി കമ്മിറ്റിയെ കുറിച്ച് പഠിച്ചു. ഇവിടെ മീനാകുമാരി കമ്മിറ്റി, മീൻ ഫിഷറീസ്, മീന എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു വരുന്നുണ്ട്. അപ്പം എടാ ഇത് കണ്ടോ, 1 2 3 4 5 ഇത് എയ്ഡായിട്ട് വരുന്നത് ആ കമ്മിറ്റിയുടെ കൂടെ. എടാ 4 കമ്മിറ്റി, സർവേ കമ്മിറ്റി, ഇതൊക്കെ ഇപ്പോഴും ഞാൻ ഓർത്ത് കാണാപ്പാടം മനസ്സിൽ ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. എത്ര എണ്ണം നമ്മൾ പഠിച്ചതല്ലേ. ശിവരാമൻ കമ്മിറ്റി, ശിവരാമന്റെ ഓമന പുത്രനാണ് നബാഡ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിൽ അന്ന് എന്നെ പഠിപ്പിച്ച സാർക്ക് പഠിപ്പിക്കുന്നത്. അതായത് ശിവരാമന്റെ ഓമന പുത്രൻ, ഞാൻ അതാരാ സാർ നബാഡ്, അവരുടെ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തത്. കോഡ് വിഷയങ്ങൾ പഠിക്കണം കേട്ടോ. നമ്മൾ ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കണം. ഇപ്പൊ ഞാനിപ്പോഴും നമ്മുടെ കോപ്പറേറ്റീവ് കോൺഗ്രസിന്റെ കാര്യം ടെറ്റ് കെ എന്നൊക്കെ പറയുന്നത് കേരള എവിടെയൊക്കെയാണ് സ്ഥലം നമ്മുടെ കോഡുകളിൽ കൂടെ. എപ്പോഴാണ് ഇത് വലിയ സീനില്ല. സർവേ കമ്മിറ്റി, അതുപോലെ തന്നെ VL മേത്ത, വൈകുണ്ഠലാൽ മേത്ത കമ്മിറ്റി, പിന്നെ റിവ്യൂ കമ്മിറ്റി, പിന്നെ ട്രാഫിക് കാർഡ് കമ്മിറ്റി, പിന്നെ ACRC അല്ലെ ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ഒക്കെ വരുന്നത്, OB ഒക്കെ വരുന്നത്, ബിസിനസ് ഡെവലപ്മെന്റ് പ്ലാൻ ഒക്കെ വരുന്നത് ഇവിടെയാണ്. പിന്നെ ഈ സ്റ്റേറ്റ് എന്ന് പറയാൻ ഗവൺമെന്റിന്റെ സഹായങ്ങളെ പിന്നെ അതെ അതെ അതെ, ഡയറക്റ്റ് പാർട്ണർഷിപ്പ്, ഇൻഡയറക്റ്റ് പാർട്ണർഷിപ്പ്, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ണർഷിപ്പ്, സബ്സിഡറി സ്റ്റേറ്റ് പാർട്ണർഷിപ്പ് ഒക്കെ പഠിക്കാം. സ്റ്റേറ്റ് എയ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, എയ്ഡ് എന്ന് പറഞ്ഞാൽ സഹായം. അപ്പൊ സഹകരണ സ്ഥാപനങ്ങളെ എങ്ങനെ സഹായിക്കും, എങ്ങനെയൊക്കെ സഹായങ്ങൾ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ടാണ് സഹായം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കുറെ ആൾക്കാരാണ് NCDC, NDDB, NHB, NABARD. ഒരു എക്സെട്രയും കൂടി ഇട്ടുണ്ട്. അപ്പൊ
പോണോ? ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം. പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒരുപാട്. ഇനി നമുക്ക് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട, കാരണം യൂണിവേഴ്സിറ്റി പുസ്തകങ്ങളിൽ ഇതൊരു ചാപ്റ്റർ പോലെ തന്നെ വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും പ്രധാനപ്പെട്ട, കാരണം യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ ഇതൊരു ചാപ്റ്ററാണ്. ഞാൻ പല യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ നോക്കുമ്പോഴും ഇതൊരു ചാപ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാരണം ഇപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ബോർഡ് മെമ്പേഴ്സിന് സഹിതം ട്രെയിനിങ് വേണം, മെമ്പേഴ്സിന് ട്രെയിനിങ്ങിന് വേണം. നമുക്ക് അത് കഴിഞ്ഞ പരീക്ഷ ചോദിക്കുകയും ചെയ്യും. കാരണം ഈ പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ജീവനക്കാരനാണ്, ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ട്. ഇപ്പൊ ട്രെയിനിങ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് പ്രൊമോഷൻ അല്ല 3 വർഷത്തിലേക്ക് നമ്മൾ ട്രെയിനിങ് എടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള ബോർഡ് മെമ്പേഴ്സിനും അംഗങ്ങൾക്കും പോലും ഇതിനെ കുറിച്ച് അറിവ് പകർന്നു നൽകണം. അത് നോക്കി, അതുകൊണ്ട് തന്നെയാണ് നല്ല ക്ലിയർ ആയിട്ട് ആ ഇത് കണ്ടോ, ICA അവരാണ് ഏറ്റവും ലോകത്തിലെ കാര്യങ്ങൾ നോക്കുന്നത്, ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുന്നത്, സംസ്ഥാന തലത്തിൽ നോക്കുന്നു, താലൂക്ക് തലത്തിൽ നോക്കുന്നു. നോക്കി എന്നെ രസം, ICA, NCUI, SCU, CCU, ആ ക്രമം നോക്കിയാൽ നിങ്ങൾ തന്നെ അല്ലെ. അപ്പൊ അങ്ങനെ പഠിക്കണം. പിന്നെ അതിന്റെ ട്രെയിനിങ് നൽകും, NCCT, NCE, ഓക്കെ, വാർണിക്കും, ഓക്കെ, ഇതൊക്കെ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ. കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷനുകൾ പഠിക്കാം. 1954 മുതൽ ഇന്ത്യയിൽ സഹകരണ വാരാഘോഷം സ്റ്റാർട്ട് ചെയ്തു. അത് ഇപ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്റർനാഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ടീമുകൾ ചോദിച്ചിട്ടുണ്ട്, ഡേയുടെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നവംബർ 14 മുതൽ നവംബർ 20 വരെ നമ്മൾ സഹകരണ ബാങ്കിന്റെ ഫ്രണ്ടിൽ ഫ്ലാഗ് ഒക്കെ ഉയർത്തും. പിന്നെ ഒരു വാരാഘോഷം കാണും. അതെനിക്ക് JR ഓഫീസ് മുഖേന ജില്ലയിൽ ഒരു റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ബാങ്കുകാരും. പിന്നെ താലൂക്ക് അനുസരിച്ച് അതായത് CCU അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പൊ താലൂക്ക് അനുസരിച്ച് ഇങ്ങനെ നമ്മളൊരു റാലി ഉണ്ടായിരിക്കും. അപ്പൊ അതിന് മത്സരമാണ്, ഏറ്റവും നല്ല ബാങ്ക് ചെയ്ത് ഏറ്റവും നല്ല റാലിയിൽ പങ്കെടുത്ത് അതിന് സമ്മാനങ്ങള്, പിന്നെ അല്ലാതെ കലാപരിപാടികൾ. നല്ലൊരു അനുഭവമാണത്. ഓക്കെ, നമ്മൾ പിന്നെ ഏകദേശം ഉച്ചയോടെ ഒക്കെ കഴിയും. പിന്നെ എല്ലാ ബാങ്കുകാരും എന്താ പറയുക, ഒരു ട്രിപ്പിംഗ് മൂഡാണ്. അപ്പൊ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ കോപ്പറേറ്റീവ് വീക്ക് സെലിബ്രേഷൻ. പിന്നെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് പറയുന്ന കാര്യമില്ല, കോപ്പറേറ്റീവ് ഫ്ലാഗിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ. ഈ ബെർണാഡോ റെക്കമെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹം അപേക്ഷിച്ചതിന് ശേഷമാണ് 1896 കേട്ടോ, അദ്ദേഹം അപേക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫ്ലാഗ് വരുന്നൊക്കെ പഠിക്കാനുണ്ട്. ഞാൻ അധികം അങ്ങ് പോകുന്നില്ല, അധികം പോയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ അങ്ങ് പറഞ്ഞു. ഇതറിയാലോ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, പിന്നെ നമ്മൾ പാർട്ണർഷിപ്പ് ഉണ്ട്, അപെക്സ് അംഗങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ ഇതിലേക്കൊന്നും അധികം നമുക്ക് പോകണ്ട, ഇത് പഠിപ്പിക്കാനുള്ളത്. കാരണം ഇത് പറഞ്ഞാൽ തന്നെ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. അപ്പൊ നമുക്ക് അടുത്തേക്ക് പോകും. ടെക്നിക്കൽ എൻക്വയറി നോട്ട്സ് തരുമ്പോ അതിന്റെ ഒപ്പം സൊസൈറ്റി, മാർക്കറ്റിംഗ്, പ്രോസസിംഗ്, ഇതിലൊക്കെ നമുക്ക് പല രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫണ്ടിന്റെ കാര്യം ചോദിക്കുന്നു, മാക്സിമം എത്ര ഫണ്ട് വരെ നമുക്ക് പുറത്തുനിന്ന് എടുക്കാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഇപ്പൊ വരുന്നുണ്ട്. അതെല്ലാം എനിക്ക് ഈ യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ട് പോകണം. പണ്ടെന്ന് പറയുമ്പോ ഏതൊരു ഗൈഡോ ചുമ്മാ പരീക്ഷകൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ സോഴ്സ് ഓഫ് ഫണ്ടുകൾ, ഓരോന്നിനും എങ്ങനെയാണ് ഫണ്ട് സോഴ്സ്, എങ്ങനെയാണ് മാക്സിമം ബോറോ ചെയ്യാൻ പറ്റുന്ന എത്ര ശതമാനമാണെന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഇടയിൽ നമുക്ക് ടെസ്റ്റുകളുടെ ബേസ് ചെയ്താണ് നമ്മുടെ ക്ലാസ് ഓരോന്നും പ്രത്യേകമാണ്. ഞങ്ങൾ കറക്റ്റ് എല്ലാ നമ്മുടെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ടെസ്റ്റ് ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ടെസ്റ്റ് നോക്കിയാണ് ഇവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു രീതിയിൽ മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം പല യൂണിവേഴ്സിറ്റി ടെസ്റ്റുകൾ നോക്കിയിട്ടാണ്, പിന്നെ പ്രോപ്പർ ആയിട്ട് നെറ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മളിവിടെ പുതിയ അപ്ഡേഷൻസും എല്ലാം നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതൊരു റാങ്ക് മേക്കിംഗ് ആണ് കേട്ടോ. ഇത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമുക്ക് ലോയുടെ ഭാഗത്ത് പഠിക്കാനുണ്ട്. റിസ്ക് ഫണ്ട് സ്കീം, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, പിന്നെ നമ്മുടെ പെൻഷൻ ഫണ്ടിന്റെ കാര്യങ്ങൾ, സ്കീമുകൾ. ഓക്കെ, ഓംബുഡ്സ്മാൻ വിട്ടേക്ക്, നമുക്ക് ഇത് പഠിക്കാം. ഈ ഓംബുഡ്സ്മാന് നമ്മുടെ ബാങ്കിങ്ങില് അതെ. ഞാൻ ഓംബുഡ്സ്മാൻ വരുമ്പോൾ ഞാൻ ആദ്യം ബെർത്ത് പ്ലേസ് ഓഫ് ഓംബുഡ്സ്മാൻ സ്വീഡൻ അല്ലെ, KF വരുന്നു സ്വീഡനില്. ഈ 2 ഇയറും എല്ലാവർക്കും നമുക്കത് വിശദമായിട്ട് തന്നെ നോക്കണം. സാധാ ഓംബുഡ്സ്മാനെ മാറ്റി ഇപ്പൊ കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ എന്താണ്, അതിലെ അംഗങ്ങൾ എന്താണ്, അവരുടെ യോഗ്യത എന്താണ്, എത്ര വർഷത്തേക്കാണ് അല്ലെ, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും പഠിക്കണം, എല്ലാ ടൈംസും പഠിക്കണം. ഇത് എനിക്കൊന്ന് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ, ആ ഒരു ഏരിയ. കാരണം പണ്ട് നമുക്ക് PSCക്ക് ചെറുതായിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവം ഇത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ ടെസ്റ്റിൽ നിന്നുള്ള കാര്യമാണ്. ഇത് വിശദമായിട്ട് ഒന്ന് പഠിച്ചിട്ട് പോകണം. പ്രൊഫഷണൽ മാനേജ്മെന്റ്
പ്രൊഫഷണൽ മാനേജ്മെന്റ്. സഹകരണ ബാങ്കിൽ പ്രൊഫഷണൽ മാനേജ്മെന്റ് അപ്രോച്ചിനെ കുറിച്ചാണ്. ഇപ്പൊ സാധാരണ അവർ പറയുന്നുണ്ട് എങ്ങനെ വേണം, അതിന്റെ ഒരു ഹൈരാർക്കി പറയുന്നുണ്ട്. ഏറ്റവും മെയിൻ ജനറൽ ബോഡി, കമ്മിറ്റി, പിന്നെ പ്രസ്, അങ്ങനെ ഒരു സെക്രട്ടറി, ഓരോരുത്തരുടെ റോൾ എന്താണ്, ആ ഒരു ഹൈരാർക്കി ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇത് നമുക്ക് വിശദമായിട്ട് പഠിക്കണം. ചുമ്മാ ഓടിച്ചു വിട്ടാൽ പോലെ വിശദമായിട്ട് പഠിക്കണം. കാണാത്തൊരു ടോപ്പിക്. പല കുട്ടികൾക്കും ഏറ്റവും നമ്മൾ ക്ലാസ് കൺഫ്യൂഷൻ ചോദിക്കുന്നത് സാറേ ഇത് എന്നാണ്, അത്ര പരിചയമില്ലല്ലോ എന്ന്. പക്ഷെ നമുക്കുണ്ട്, നമ്മുടെ ഉണ്ട് സംഗതി, നമ്മളുണ്ട്. നിങ്ങൾക്ക് തരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് പഠിപ്പിക്കും കേട്ടോ. എങ്ങനെയാണ് ഹൈരാർക്കി പഠിക്കുന്ന മെയിൻ റൈസർ, അദ്ദേഹത്തിന് താഴെയുള്ള ഓഫീസേഴ്സ്, ജില്ലാ തലത്തിൽ വരുന്നു, താലൂക്ക് ലെവലിലേക്ക് വരുന്നു. പിന്നെ ഇതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് എന്താ പറയാനുള്ള ആക്ടും റൂൾസും ഫുൾ അങ്ങോട്ട് പഠിക്കുക, ഒന്നും പറയാനില്ല. പിന്നെ പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂ, ഓഡിറ്റ് ഒരു ക്വസ്റ്റ്യൻ വരാം, മെമ്പർഷിപ്പ്, കാരണം നമ്മുടെ സംഘത്തിന് രജിസ്ട്രേഷൻ, ലിക്വിഡേഷൻ, അപ്പൊ അങ്ങനെ പ്രാക്ടിക്കൽ പോയിന്റിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക് എല്ലാവരും ആ രീതിയിലാണ്. കഴിഞ്ഞ എക്സാം നോക്കുകയാണെങ്കിലും മൊത്തത്തിൽ സിലബസ് കാണുകയാണെങ്കിലും പ്രാക്ടിക്കൽ ലെവലാണ്. ഇപ്പൊ കഴിഞ്ഞ അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിൽ ഇപ്പോൾ എൻക്വയറിയുമായി സെക്ഷൻ 65 എൻക്വയറി, അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് യൂസ്, അപ്പൊ അതും പ്രാക്ടിക്കലാണ്. അതിനെ പ്രാക്ടിക്കൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അത് പഠിക്കണം. ഞാൻ പറഞ്ഞു കൂടുതലും പ്രാക്ടിക്കൽ പോയിന്റ്. ഇപ്പൊ ഓഡിറ്റ് നടത്തുന്നില്ല സംഘത്തിൽ, ഇൻക്വയറി, എന്തെങ്കിലും പ്രശ്നമുണ്ട് ഇൻക്വയറിക്കാണ് വരുന്നത്. അപ്പൊ അതൊക്കെയാണ് അവിടെ വരുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ അധികം പറയുന്നില്ല, അത് ഫുള്ള് പഠിക്കണം. അത് ഫുള്ള് നമ്മളിവിടെ റെക്കോർഡ് ചെയ്ത് അതിന്റെ ലൈവ് ക്ലാസ്സസ് എല്ലാം തരുന്നത് ഫുള്ള് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ആപ്പിലുണ്ട്. എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന A-Z കാര്യങ്ങളും ഇതുപോലെ തന്നെ ക്രമമായിട്ട് ആപ്പിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ പഠിക്കാനും എളുപ്പമാണ്. അതിന്റെ തൊട്ട് താഴെ അതിന്റെ നോട്ട്, അതുമായി ബന്ധപ്പെട്ട പരീക്ഷ, പിന്നെ എന്നാ വേണം, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവനെയാണ് നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് 20 മാർക്കാണ് കേട്ടോ. 20 മാർക്കാണ് എനിക്ക് തോന്നുന്നു റാങ്ക് മേക്കിംഗ്. നമുക്ക് ലോക്കൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് മാർക്ക് കൊടുത്തു, പക്ഷെ ലോക്ക് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറയുന്നത്. ഞാനും ആദ്യം പ്രതീക്ഷ 20 മാർക്ക് ലോക്ക് എന്റെ ആഗ്രഹം അത് തന്നെയാണ്. കാരണം ആ ബുക്കൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മാർക്ക് നമ്മൾ പഠിപ്പിക്കുന്നതുകൊണ്ടല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് തന്നെ. പക്ഷെ ഞാൻ എപ്പോഴും ഓർത്ത് ലോയ്ക്ക് കൂടുതൽ വരണം അതായിരുന്നു. പക്ഷെ ഇവര് 20 തന്നു, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ബോർഡിന്റെ തീരുമാനമാണ്, നമുക്ക് അപ്പീൽ കൊടുക്കാനൊന്നും പറ്റില്ല. ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ, എനിക്ക് ഇത് ബേസ് ആണ്. ഇതെല്ലാം ബേസിക് ആണ്. ഇത് ബേസിക് ആണ്, ഇതും ബേസ് ആണ്. ഇതെല്ലാം മറ്റേ യൂണിവേഴ്സിറ്റി ടെസ്റ്റുകളിലും നമ്മുടെ SSC പുസ്തകത്തിലും HDC പുസ്തകങ്ങളിലും ഉണ്ട്. പർദനാശൻ വിമൻസുകള്, അല്ലെങ്കിൽ ബ്ലൈൻഡ് പേഴ്സൺ, അതെ, ഇവർക്ക് എങ്ങനെയാണ് അക്കൗണ്ട് കൊടുക്കുന്നത്, അതായത് ഇവരുമായിട്ട് എങ്ങനെയാണ് ബാങ്ക് ഡീല് ചെയ്യുന്നത്. ഒരു മൈനർ ആണെങ്കിൽ അവനുമായിട്ട് എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഒരു ബാങ്കറിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ശ്രദ്ധിക്കണമാണ് വരുന്നത്. പിന്നെ ഇത് പ്രാക്ടിക്കൽ പോയിന്റ് KYC നിർബന്ധം, ബാങ്ക് പോണ ആൾക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫങ്ഷൻസ് ഓഫ് RBI, സെൻട്രൽ ബാങ്കിനെ കുറിച്ച് അറിയുന്നത് കാര്യം പരീക്ഷ എഴുതാൻ. അത് ബാങ്കിന്റെ എക്സാമിനാ പോകുന്നത്. സെൻട്രൽ ബാങ്കിനെ കുറിച്ച് അറിയണ്ടേ? RBI അറിയില്ലാത്ത പരീക്ഷയ്ക്ക് പോകണ്ട, വീട്ടിൽ ഇരുന്നാൽ മതി എന്ന് തന്നെ ഞാനും പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. NI ആക്ട് ഇതും പഠിക്കണം. ഒരു ഭാഗ്യമുണ്ട്, BR ആക്ട് അമ്മ എടുത്തങ്ങ് മാറി, അത് രക്ഷപ്പെട്ടു. അതെ, ഇപ്പൊ NI ആക്ട് മാത്രമുള്ളത് 147 സെക്ഷൻ ഉണ്ട്, അങ്ങ് പഠിച്ചേക്കുക അല്ലെ. പ്രൊമിസറി നോട്ടൊക്കെയാണ് വരുന്നത്. എന്താണ് പ്രൊമിസറി നോട്ട്? ഞാനൊരാൾക്ക് പ്രൊമിസ് കൊടുക്കും. എന്താണ് ബില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് കാശ് തന്നേക്കണം, ഞാനോ ഞാൻ പറയുന്ന ആൾക്കോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് കൈവശം വെച്ചിരിക്കുന്ന ആൾക്കോ നീ പൈസ കൊടുത്തിരിക്കണം, ഓർഡർ അല്ലെ. അപ്പുറം വരുമ്പോ ഞാൻ പൈസ തരാം കേട്ടോ, അല്ലെ ഞാൻ ക്യാഷ് തന്നേക്കാവേ. അതൊരു പ്രോമിസ് ആണ്, ഒരു അൺകണ്ടീഷൻ അണ്ടർടേക്കിംഗ് ആണ്. അത് വേണം. പിന്നെ ചെക്ക് ക്രോസിംഗ്, എന്താണ് ക്രോസിംഗ് എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കും കേട്ടോ. രണ്ട് ടൈപ്പ് ക്രോസിംഗ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ്. സ്പെഷ്യൽ ആണെങ്കിൽ ബാങ്കിന്റെ പേര് വേണം, അവിടെ പ്രാധാന്യം ബാങ്കിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവര് ഉൾപ്പെടുത്തി ഒന്നും കളഞ്ഞിട്ടില്ല. 99-100 സെക്ഷൻ. പിന്നെ ഇതും പേയ്മെന്റ് ചാനൽസ് ആണ്. ഒരു മോഡേൺ ബാങ്കിങ് പാർട്ടിൽ നമ്മൾക്കിപ്പോ ദിവസവും നമ്മൾ ആരാണ് കാശ് കൊണ്ട് നടക്കുന്നത്, എല്ലാം ഡിജിറ്റൽ ആണ് അല്ലെ. അപ്പൊ അതുമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് RTGS ആയിക്കോട്ടെ, നെഫ്റ്റ് ആയിക്കോട്ടെ, മൊബൈൽ ബാങ്കിങ്, UPI, whatever, അതൊക്കെ എല്ലാം പഠിച്ചിട്ട് പോകണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇത് വിശദമായിട്ട് പഠിക്കണം. അതാണ് ബേസ് അല്ല, വിശദമായിട്ട് പോകേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ ഓംബുഡ്സ്മാൻ ഇപ്പൊ ഒരുമിച്ചാക്കിയല്ലോ, സിമ്പിൾ ആയില്ല. പണ്ട് ഓരോന്നിനും ഓരോന്നാ. ഇപ്പൊ അവർ ഈ ഒരു സ്കീം അങ്ങ് മാറ്റിയത് കൊണ്ട് ഒരുമിച്ചാക്കിയത് കൊണ്ട് വലിയ പാടില്ല. അതും കുഴപ്പമില്ല. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. പിന്നെ ഇത് ബേസിക് ആണ്. പിന്നെ നമ്മുടെ സ്കീംസ് ആസ് യൂഷ്വൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ PMJD, പ്രധാനമന്ത്രി ജൻധൻ യോജന, അതും കാര്യങ്ങളൊക്കെ നോക്കിയാലും അതും വലിയ പ്രശ്നമില്ല അല്ലെ. ഇവിടെ വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഒരു പ്രശ്നം വരുന്നത്
ഇതൊക്കെ ഒന്ന് ബേസ് മാറ്റി അഡ്വാൻസിലേക്ക് പഠിക്കണം. പിന്നെ ഇതൊന്ന് പുതിയതായിട്ട് വന്ന സംഭവമാണ്, പുതിയ ആൾ. അപ്പൊ ഇതിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം, ചോദ്യങ്ങൾ വരാം. മിസ് അടുത്ത നമുക്ക് അവിടെ അത് തന്നെ. പിന്നെ ഇഷ്യൂ ആൻഡ് പേയ്മെന്റ്, ഡിഡിയുടെ കാര്യങ്ങള്, ലോക്കറിന്റെ കാര്യങ്ങൾ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അമെന്റ്മെന്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ RBI അത് നമ്മൾ നോക്കണം. പണ്ടത്തെ ലോക്കർ ഇച്ചിരി മാറിയിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഇതും പുതിയതാണ്. ഗാർണിഷ് ഓർഡർ നമ്മൾ ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഡീപ്പ് ആക്കണം അല്ലെ? ഓക്കെ, വലിയ കുഴപ്പമില്ല അല്ലെ? വലിയ പ്രശ്നമില്ലാതെ പഠിച്ചു പോകാൻ പറ്റുന്ന ഭാഗം തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ. ഇതൊക്കെ ചെയ്തിട്ടൊക്കെ റിക്കവറി കാര്യങ്ങളും ഈ NPA norms ഒക്കെ ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അവരുടെ ആ ഒരു സർക്കുലർ പ്രകാരം തന്നെ പഠിക്കേണ്ടി വരും. നമ്മൾ ചുമ്മാ പഠിക്കാതെ റാങ്ക് മേക്കിംഗ് ഭാഗം നമുക്ക് ഇതിന്റെ സർക്കുലർ വെച്ച് തന്നെ പഠിക്കണം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മൾ നോക്കാനിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിവിജ്വലി നോക്കാൻ നമുക്ക് ഞങ്ങൾ അതൊക്കെ നോക്കി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം എളുപ്പമാക്കി തന്നിട്ടുണ്ട്. പിന്നെ അക്കൗണ്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് വലിയ പ്രശ്നമില്ല. ഡെഫിനേഷൻ അതെല്ലാവരും അക്കൗണ്ടിങ് ആണ്, ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് എന്ന് പറഞ്ഞ് പ്ലസ് 1 വെച്ച് ഇങ്ങനെ തല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറൊക്കെ അന്ന് ശരിക്കും കഥകൾ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. തല്ലി പഠിപ്പിച്ചിട്ട് പുറമെ ഉദാഹരണങ്ങളൊക്കെ വെച്ച് നീ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു, പൈസ കൊടുക്കും, അങ്ങനെ അവൻ കടവാട് സാധനം മേടിക്കുന്നു, അത്ര നല്ല കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പിന്നെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിനും കുറെ കഥകളൊക്കെ വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ അക്കൗണ്ടൻസി ഞാൻ പഠിച്ചത് VHSC യില്ല. അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ്, അതിന്റെ പേര് തന്നെ അക്കൗണ്ടന്റ് ആൻഡ് ഓഡിറ്റിംഗ് എന്നാണ്. അപ്പൊ അക്കൗണ്ടിങ് ഒരുപാട് ഇങ്ങനെ എന്താ പറയാ, എപ്പോഴും ഇങ്ങനെ കേട്ട് ഓഡിറ്റിംഗ് വരുമ്പോ അക്കൗണ്ടൻസി ആൻഡ് ഓഡിറ്റിംഗ് എന്ന് പറയും. അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ എപ്പോഴും ഓർക്കുന്നു ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചതിന്റെ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ്, ഒരു സ്റ്റോറി പോലെ. പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾസ്, കൺസെപ്റ്റ്, ഈ ഭാഗമാണ് ഏറ്റവും ബേസ് ആയിട്ട് ഇവിടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ആക്കി വരാം കേട്ടോ. ട്രയൽ ബാലൻസ് എന്താണ്, വലിയ സീനില്ല, എനിക്ക് വലിയ പ്രശ്നമില്ല. ഫൈനൽ അക്കൗണ്ട്സ് അഡ്ജസ്റ്റ്മെന്റും വലിയ കുഴപ്പമില്ല. പിന്നെ ഡിപ്രീസിയേഷൻ മെത്തേഡ് പഠിക്കണം. പിന്നെ ഇതിന്റെയൊക്കെ ജേണൽ മനസ്സിലാക്കണം. ഈ കൺസൈൻമെന്റും ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഒക്കെ തലതിരിച്ച് എനിക്കൊരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര ഓപ്ഷൻ ഉണ്ട്? 4 ഓപ്ഷൻ. ഒന്നെങ്കിൽ എനിക്ക് കാലാവധി കൈവശം വെക്കാം, അല്ലെങ്കിൽ എനിക്ക് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ഡിസ്കൗണ്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ബാങ്കിൽ കളക്ഷൻ വിടാം. അപ്പൊ ഇതിന്റെ എല്ലാ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ജേണൽ എൻട്രീസ്, ഇനി അത് ഡിസോണർ ആയാലും നേരെ തിരിയും. അതൊക്കെ ഒരു കഥ പോലെ പഠിച്ചു പോകണം. അത് തന്നെ കൺസൈൻമെന്റ് കേസും പഠിക്കണം. കൺസൈൻമെന്റ് ഇപ്പോഴും നോമിനൽ അക്കൗണ്ട് ആണ്, കൺസൈനർ, കൺസൈനി, പ്രിൻസിപ്പൽ ഏജന്റ്, പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ടിങ്, കോപ്പറേറ്റീവ് അക്കൗണ്ടിങ്, അതൊന്ന് മനസ്സിലാക്കണം. എന്താണ് R&D, ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇത് ഇച്ചിരി കൂടുതൽ പഠിക്കാനാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കൂടുതൽ പഠിക്കാണ്. കോസ്റ്റ് അക്കൗണ്ടിങ് കുറച്ച് ബേസ് കാര്യങ്ങൾ. പിന്നെ കോസ്റ്റ് ഷീറ്റും. ഞാനൊക്കെ 2000 പരീക്ഷ എഴുതുന്ന സമയം 2020-21 കാലഘട്ടം. അപ്പൊ അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഇന്നത്തെ വെച്ച് പരീക്ഷ സിമ്പിൾ ആണ്. അപ്പൊ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനൊക്കെ ഇപ്പൊ നമ്മൾ ഓർക്കുന്നത് EOQ പഠിച്ചിട്ട് പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ കോസ്റ്റ് ഷീറ്റ്, അക്കൗണ്ടന്റ്, ഇത് വലിയ കുഴപ്പമില്ലാത്ത സംഭവമാണ് കേട്ടോ. മനസ്സിലാക്കി പോയാൽ മതി, കാണാതെ പഠിക്കണ്ട. ഇതൊന്നും കാണാപ്പാടം പിടിച്ച തീരത്തില്ല, മനസ്സിലാക്കി പഠിക്കാനാണ്. പിന്നെ കോസ്റ്റ്, ഇതൊക്കെ പുതിയതായിട്ട് വന്നത്. പിന്നെ EOQ, ഇതിന് ഞാൻ ഇപ്പോൾ എക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി, വിൻ കാർഡ്, സ്റ്റോറേജ്, ആരാണ് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലെ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, എന്താണ് അതിൽ എഴുതുന്നത്, അതൊക്കെ പഠിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, പിന്നെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എപ്പോഴും സ്ഥിരം പിന്നെ മാർജിനൽ കോസ്റ്റ്, അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം മാർജിനൽ കോസ്റ്റിങ് ഒക്കെ ഓർക്കുന്നു. ആ പണ്ട് പഠിച്ചത് നമ്മൾ അന്നത്തെ ആ ഒരു സംഭവത്തിൽ ടീച്ചർമാർ പഠിപ്പിച്ചത്. പിന്നെ ഇത് പുതിയതായിട്ട് വന്നത് കേട്ടോ. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ്, ഫോർകാസ്റ്റിംഗ് എന്താണ്, ഇത് ഏകദേശം ഒരു മാനേജ്മെന്റ് രീതിയിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ്, ഇപ്പൊ മാനേജ്മെന്റ് കാര്യങ്ങളാണ്. മാനേജ്മെന്റ് ചെയ്യുന്നതല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുക, വലിയ കമ്പനീസിന്റെ ഒക്കെ മാനേജ്മെന്റ് ആണ് അതിന്റെ. അപ്പം ആ രീതിയിൽ വരുന്ന കാര്യങ്ങൾ, ബ്രേക്ക് ഈവൻ പോയിന്റ്, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല. ഒരു സാധാരണ ഇപ്പൊ ഒരു ലോസ് കിടക്കുന്ന ഒരു കമ്പനി ഒരാളെ ഏൽപ്പിച്ചാൽ അവന് കൊടുക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ BP കൊണ്ടുവരിക. ലാഭം നീ ഇപ്പൊ സെറ്റ് ചെയ്യണ്ട, നീ അതിനെ നഷ്ടമില്ലാതെ ആക്കുക. അപ്പൊ ആ കാര്യങ്ങൾ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇത് ബേസിക് ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരു റാങ്ക് മേക്കർ ആണ് അല്ലെ. റാങ്ക് മേക്കർ ആണെന്ന് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫുൾ സിലബസ് ആയിട്ട്, അതായത് 100 മാർക്കിന്റെ സാധനമാണ്. സിലബസ് നമ്മൾ നിങ്ങളുടെ മുൻപിൽ ഇങ്ങനെ നൽകി, അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു. അപ്പൊ ഇതിന് നമ്മൾ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഇത് പഠിച്ച് തീരത്തില്ല. നമ്മളിത് പ്രോപ്പർ ആയിട്ട്
ഈ ഒരു പ്രിന്റ് ഔട്ട് ഒക്കെ എടുത്ത് ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ വെച്ച് ആ പഠിച്ചതിന് ശേഷം ഇപ്പൊ ഇത് പഠിച്ചതിന് ഇതിനെ ടിക്കൊക്കെ ചെയ്ത് ഇതിന്റെ എല്ലാ നോട്ട്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് ഒരു മാസത്തെ പെട്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ ഒരു സമയം കൊണ്ട് തന്നെ ഇപ്പൊ കുറെയൊക്കെ പിള്ളേർക്ക് അറിയാം, കുറെ കാര്യങ്ങൾ കഴിഞ്ഞ സിലബസ് ആണ്, കുറെ കാര്യങ്ങൾ അറിയാം. അപ്പൊ ഒന്നും കൂടെ ഒക്കെ നിങ്ങളൊന്ന് ഇനിയുള്ള സമയത്തെങ്കിലും അല്ലെ, അതാണ് ഇനിയുള്ള സമയത്ത് ബാങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. കുറച്ച് നാളൊന്ന് കഷ്ടപ്പെട്ടാൽ നമ്മൾ ആജീവനാന്തകാലം നമ്മൾ സേഫ് ആണ്. ഒരു നല്ലൊരു ബാങ്കിൽ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് നമ്മൾ ഓക്കെ സേഫ് ആയി, പിന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ കുറച്ച് നേരമൊക്കെ എന്താണ് പറയുക, ആ ഫോണെ കളിയൊക്കെ ഒന്ന് കുറച്ച് ഉറക്കമൊക്കെ ഒന്ന് കുറച്ച്, ഇപ്പൊ 10 മണിക്ക് കിടക്കുന്ന ഒരു 12 വരെ ഉണ്ട് സമയമുണ്ട്. നമ്മള് എന്നാണ് വന്ന് ഇറങ്ങിയില്ലേ, ഞങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മ, ഞാനൊക്കെ ഇറങ്ങിയ സമയത്ത് എന്നാ പ്രശ്നം അറിയോ, അന്ന് ബേസാ എന്റെ സുഹൃത്തുക്കൾ വാങ്ങി കയറി, അവര് പറഞ്ഞാ നീയും കൂടെ ഒന്ന് പഠിക്കുക. ഞാൻ അങ്ങോട്ട് ഇറങ്ങി സിലബസിന്റെ അകത്ത് മാറ്റം വന്നു. ഞങ്ങളൊക്കെ അന്ന് ഓർക്കുന്നു, അന്നത്തെ പറഞ്ഞത് പിന്നെ സംശയമാ, പഠിക്കണോ അതോ ഇത് വിട്ട് ഗൾഫിൽ പോണോ, എന്താ പറയാ ഔട്ട്സൈഡിലേക്ക് പോകണം എന്നൊക്കെ ചിന്തകൾ വരുമ്പോൾ നമ്മുടെ അന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ അധ്യാപകരെ പറഞ്ഞു നിങ്ങൾ പഠിക്കുക, ഇത്രയുള്ള കാര്യമുള്ളേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് PSC എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടെ ഒരു വൈഡാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വീണ്ടും സിമ്പിൾ ആക്കി. ഇതുണ്ട് സിലബസ് ഇങ്ങനെ തന്നേക്കാം, നേരത്തെ സിലബസ് ഇല്ലായിരുന്നു. ഇതൊരു പ്രോപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവര് നിലവിലെ സാഹചര്യത്തിൽ ഔട്ട്സൈഡ് ക്വസ്റ്റ്യൻ വരില്ല. അപ്പൊ ഇത് പഠിക്കുക, എല്ലാവരും പഠിക്കുക എന്നുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് ഇവർക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കോഴ്സ് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ഒരു സ്പെഷ്യൽ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും വലിയ സിലബസ്, ഈ സിലബസ് പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് ചെയ്ത് നമ്മൾ ആപ്പിലാക്കി അതിന്റെ നോട്ട്സുകളും അതിന്റെ ക്വസ്റ്റ്യൻസുകളും എല്ലാം ടെക്സ്റ്റുകളും ഒക്കെ ആയിട്ട് നമ്മൾ പിന്നെ അതിന്റെ ഇപ്പൊ നമ്മളിപ്പോ റെക്കോർഡർ ക്ലാസ് മാത്രം പോയി റെക്കോർഡർ ക്ലാസ് കാണുന്നു സംശയങ്ങൾ വരാം. അപ്പൊ അത് തീർക്കാൻ നമുക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സഹായം ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഏത് മെന്ററിനോട് കാര്യങ്ങൾ സംസാരിക്കാം, ഡൗട്ട്സുകൾ ചോദിക്കാം. മെന്റേഴ്സ് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യും. അല്ലെ മെന്റേഴ്സ് തന്നെ ഇതിനകത്ത് അറിയാവുന്ന ആൾക്കാരാണ്. അപ്പൊ അവര് തന്നെ നിങ്ങൾക്ക് ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യും. പിന്നെ നമുക്ക് എല്ലാവരും സെഷൻസ് ഇപ്പൊ നമ്മളാണ് സിസ്റ്റമാറ്റിക് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചാണ് കാര്യം. ചുമ്മാ അങ്ങോട്ട് എന്താ പറയുക, ചുമ്മാ നിങ്ങൾ പഠിച്ചു അങ്ങനെയല്ല, ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ഉണ്ട്, സ്റ്റഡി നോട്ട്സുകളുണ്ട്, പിന്നെ ലൈവ് സെഷൻസ്. അത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ എക്സാം ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇന്നും ലൈവാ, എല്ലാ ദിവസവും നമ്മൾ ലൈവുകൾ കൊടുത്തുകൊണ്ട്, കാരണം പരീക്ഷ അടുത്ത് വരുമല്ലേ, ക്വസ്റ്റ്യൻസുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഒന്ന് പരിചയപ്പെടുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ അതേപോലെ തന്നെ അങ്ങ് പോവാ. ക്വസ്റ്റ്യൻസുകൾ നമുക്കറിയാലോ, ഒരു ഭാഗം ഒരു പരിധിവരെ ക്വസ്റ്റ്യൻസ് നമുക്കറിയാം. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇവരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ അതിന്റെ ഓപ്ഷൻസിനെയും കൂടി കയറി മുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ രീതി എന്ന് പറഞ്ഞാൽ. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ഉത്തരം വായിക്കുന്നു, ഓക്കെ സെറ്റ്. അതല്ല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം നമ്മളോട് കവർ ചെയ്ത് പഠിക്കണം. പിന്നെ ഡൗട്ട് സെഷൻസ് നമ്മൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൊവൈഡ് ചെയ്യാൻ ഡൗട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ കൂടെ കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ മോട്ടിവേഷൻ. ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ നമ്മളൊന്ന് തളർന്നു പോയി, ഇനി ഞാൻ വയ്യ, എനിക്ക് പഠിക്കാൻ വയ്യ, ഞാൻ മടുത്തു അല്ലെ, നമ്മള് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാം മനുഷ്യന്മാരാ, നമുക്ക് ശരിക്കും മടുപ്പ് വരും, ഉറപ്പായിട്ടും വരും. ആ മടുപ്പിനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജ് നമ്മൾ ഓവർകം ചെയ്യണം. ശരിക്കും ആ സ്റ്റേജിൽ ഓവർകം ചെയ്ത് വരാനാണ് പാട്. 2 എക്സാം കിട്ടിയില്ല അല്ലെങ്കിൽ 3 എക്സാം കിട്ടിയില്ല കഴിഞ്ഞാൽ പിന്നെയും പഠിക്കണോ? അത് വേണ്ട. അല്ലെങ്കിൽ കുറച്ചു നേരം പഠിച്ചിരുന്നെങ്കിൽ മനുഷ്യന്മാരല്ല നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു മരപ്പ് വരും നമുക്ക്. അവിടെ ചിലപ്പോ നമുക്ക് എന്ത് ചെയ്യണം, ഇനി വേണ്ട, അടുത്ത പരിപാടിക്ക് പോവാം. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചെയ്യല്. പഠിക്കട ഇറങ്ങിയോ, ജോലിയും കൊണ്ടേ പോകാം. പഠിക്കാൻ നിങ്ങൾ തീരുമാനമെടുത്തോ, ജോലിയും കൊണ്ടേ പോകാവുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രോഗ്രസ്സുകളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മോക്ക് ടെസ്റ്റുകളാണ്. പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ച കാര്യങ്ങൾ എത്രത്തോളമായി എന്ന് നമുക്ക് മനസ്സിലാകും. മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതൊന്ന് പറയൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, 40% വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടും. ഈ ഒരു അവസരം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഞാൻ പറഞ്ഞു ഇവിടുത്തെ പാക്കേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റെക്കോർഡർ ക്ലാസ്സുകൾ ആപ്പിലുണ്ട്, അതിന്റെ ലൈവ് സെഷനുണ്ട്. ഏത് നേരത്ത് വേണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് കംപ്ലീറ്റ് ആ ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അല്ല ചുമ്മാ ക്വസ്റ്റ്യൻ അത് വായിച്ചൊന്നുമല്ല, ഡീറ്റെയിൽഡ് ആയിട്ട് വിത്ത് എക്സാമ്പിൾസ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസരം കൂടെ കേട്ടോ, ഈ ഒരു ഓഫറും കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഇപ്പം പറയാൻ കാര്യം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ബാച്ചിലെ ചേച്ചി, പുള്ളിക്കാരി കൊല്ലംകാരിയാണ്. പുള്ളിക്കാരി ഏജ് ഒക്കെ അടുത്താറായി, കഷ്ടപ്പെട്ട് പഠിച്ചു. അപ്പൊ ഞാൻ പഠിപ്പിച്ചതിന് ഒരുപാട് കുട്ടികൾക്ക് ജോലി കിട്ടി. ഞാൻ ഏറ്റവും കൂടുതൽ, ഞാൻ പേര് വീണ എന്നാണ് പുള്ളിക്കാരുടെ, വീണ ചേച്ചി നമ്മുടെ സ്റ്റുഡന്റ് ആണ്. ഒരു പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികൾ കിട്ടി. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷം പകരുന്ന
ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ജോലി കിട്ടി. എത്രയോ ബാങ്കിൽ 1ാം റാങ്ക് എന്നത്. കാരണം പുള്ളിക്കാരി അതുപോലെ കഷ്ടപ്പെട്ടു. ഇപ്പൊ നമുക്കൊരു സ്റ്റുഡന്റിനെ കാണുമ്പോൾ നമുക്കറിയില്ല, അവരവിടെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി ജോലിക്ക് പോകണം, 2 കുട്ടികളുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം, എന്നിട്ട് ജോലി പ്രൈവറ്റ് ജോലിയാ. പുള്ളിക്കാരി ഞാൻ ആദ്യം എന്റെ ഒരു കാര്യം ഞാനൊന്ന് പ്രൈവറ്റ് ജോലി. ഇപ്പം പുള്ളിക്കാരി ഞാൻ ഒരു ഫിനാൻസ് ഫേമിലാണ്, അത്ര വലിയ പാക്കേജസ് കാര്യങ്ങളൊന്നും. പുള്ളിക്കാരി എന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഇന്റർവ്യൂവിന്റെ കോച്ചിങ് കൊടുക്കുമ്പോൾ ഞാൻ ചേച്ചി ഉറപ്പാണ് എഴുതി മേടിച്ചിട്ടുണ്ടോ കിട്ടും. പുള്ളിക്കാരി ഇപ്പൊ അത് ഇപ്പോഴും ഓർക്കുന്നു, ആ ജോലി കിട്ടിയ ഉടനെ നമ്മളെ വിളിച്ച് അഡ്വൈസ്. അതെ, നമുക്ക് ജോലി കിട്ടുന്ന സന്തോഷമാണ്. അതെ, നമുക്ക് കിട്ടുന്നതിനേക്കാൾ സന്തോഷമാണ്, അല്ലെ? അത്ര സന്തോഷമാണ് നമ്മുടെ ഒരു സ്റ്റുഡന്റ്. കാരണം ആ ഒരു സാഹചര്യം, കാരണം പുള്ളിക്കാരി ആദ്യം ഇപ്പോഴും ഭയങ്കര ഇമോഷണൽ ആണ് നമ്മൾ സംസാരിക്കുമ്പോൾ. കാരണം ആ ജോലി കിട്ടി, ഒരു അവസാന സമയം കൂടെ ആയതുകൊണ്ട് ശരിക്കും കഷ്ടം പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ എങ്ങനെയാണ് നമ്മൾ പറയുന്ന പോലെ, കാരണം ജോലിക്ക് പോകണം, വീട്ടിലെ കാര്യം നോക്കണം, പിള്ളേരുടെ കാര്യം നോക്കണം. പുള്ളിക്കാരി പറഞ്ഞത് കിട്ടിയ സമയത്തെല്ലാം ഞാൻ സാറ് പറഞ്ഞു കിട്ടി. ഞാൻ ടൈം ടേബിൾ കിട്ടി, എപ്പോ 5 മിനിറ്റ് കിട്ടിയുള്ളൂ. ആൾക്കാർ പഠിക്കുന്നു. നമ്മൾ മാക്സിമം നമ്മുടെ ആ ഒരു എന്താ പറയാ എഫേർട്ട് ഇടാൻ നമ്മൾ ഓക്കെ ആണെങ്കിൽ, എഫേർട്ട് എടുക്കുകയാണെങ്കിൽ, ആ തീരുമാനം എടുത്ത് അത് അച്ചീവ് ചെയ്യണമെന്നുള്ള ആഗ്രഹം നമ്മൾ എന്താ പറയാ ദൃഢമാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ജോലി. ഓക്കെ, അങ്ങനെ ഒരുപാട് ഒരാൾക്ക് മാത്രമല്ല, ഒരുപാട്. നമ്മുടെ കേരള ബാങ്കിലാണെങ്കിൽ ഇത് നമ്മുടെ 21ാം റാങ്കുകാരെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് 10ൽ വളർന്ന ആൾക്കാരുണ്ട്, 21. അതുപോലെ അതുപോലെ തന്നെ അവരെന്നെ ജെയ്സിക്കെത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ഇന്റർവ്യൂവിനുള്ള കോച്ചിങ് കൊടുത്തോണ്ടിരിക്കുന്നത്, ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ അവരെന്നെ CSEBക്ക് ഉണ്ട്. അപ്പൊ ഒന്ന് പഠിച്ചാൽ ഇത് കിട്ടും. നമ്മൾ പ്രോപ്പറായിട്ട് പറയുന്ന രീതിയിൽ പഠിച്ചാൽ, ചുമ്മാ പഠിച്ചത് കിട്ടിയെന്ന് പറയില്ല, നമ്മൾ പറയുന്ന രീതിയിൽ പഠിച്ചാൽ 100% ഉറപ്പ്, 100% ഉറപ്പ് തരികയാണ്. അപ്പൊ ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതെ, അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അല്ലെങ്കിൽ എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് 7736122215. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ ജോലിയിൽ എത്തിപ്പെടുക. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ ആ സക്സസിലേക്ക് എത്തും. നമ്മൾ ആ ഫീൽ അറിയണം, ആ ഒരു ഫീൽ അറിയണം. ഇപ്പൊ വിദ്യാർത്ഥിയായിട്ട് നിന്നിട്ട് നാളെ ഒരു എന്താ പറയാ ഒരു ജീവനക്കാരനാകുമ്പോൾ ആ 2 ഫീൽ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അവിടെ അപ്പൊ നമുക്ക് മിസ് ചെയ്യാൻ നിർത്തിയേക്കാം. എല്ലാവരും കോണ്ടാക്ട് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ജോലി മേടിക്കുക. അതെ, ഓക്കെ, താങ്ക് യു.